لا تحسب أن الدين بعيد عن حب وحياة وبهجرك للدين ستحيا تعشق ما قلبك يهوى أو أن الأيام ستحلو وترى الدنيا شط نجاة دينك بحر من آمال شط لجميل الأحلام ليس الدين كما تخشى. Finally 7:30 കോയമ്പത്തൂർ എത്തി. രാവിലെ 3:20 മഞ്ചേരി വിട്ടിട്ട് 7:00 കോയമ്പത്തൂർ എത്തി. كل أوامره تهدينا وتنادينا للخير ينهانا عن كل طريق يأخذنا نحو الشر والله رحيم وحليم يدعو دوما للبر كل أوامره تهدينا وتنادينا للخير ينهانا عن كل طريق يأخذنا نحو الشر الله رحيم وحليم يدعو دوما للبر. في الدين صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور يسعى ليعمر دنياه وهو رقيق الطبع صبور الإسلام سلام فينا يزرع فينا حب الناس الإسلام سكين. കോയമ്പത്തൂർ അവിനാശി റോഡിലുള്ള അരവിന്ദ് ഐ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ രാവിലെ 7:00 എത്തി. ഇവിടുന്ന് തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. ഭക്ഷണം കഴിച്ച് 8 മണിയാകുമ്പോഴേക്ക് ഹോസ്പിറ്റലിൽ കയറി. ആദ്യം ഒരു ഫോം ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ആദ്യത്തെ വരവാണെങ്കിൽ ഫോം ഫില്ല് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ വരവ് മറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വരവിൽ കിട്ടുന്നൊരു സാധനമുണ്ട്, അത് കാണിച്ചാൽ മതി. അത് വെച്ച് അപ്പോയിൻമെൻറ്റ് ചെയ്യാം. പിന്നെ അവിടുന്ന് അവരൊരു സ്ഥലത്തേക്ക് പറഞ്ഞു തരും, അവിടേക്ക് പോവുക. ആദ്യത്തെ ടെസ്റ്റ് അവിടുന്ന് വേറെ സ്ഥലത്ത് പോയി, അവിടുന്ന് രണ്ടാമത്തെ ടെസ്റ്റ്, ഇപ്പോൾ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയി, അവിടുന്ന് മൂന്നാമത്തെ ടെസ്റ്റ്. അവിടെ നിന്നാണ് കണ്ണിലേക്കൊക്കെ മരുന്ന് ഇട്ടിച്ചിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. മോളെ കണ്ണ് കാണിക്കാനാണ്. അപ്പോൾ അവളെ കണ്ണിലേക്ക് തുള്ളി മരുന്ന് ഇട്ടിച്ചിട്ട് ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ ഫോണിൽ ചാർജ് തീരാനായി. അപ്പോൾ കാറിലാണ് സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ചാർജറെടുക്കാൻ വന്നതാണ്. നടന്ന് മടുത്ത്. വേറൊരു സംഭവം, 100 രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ. എൻട്രി ചെയ്യുന്ന സമയത്ത് ഫോം ഫില്ല് ചെയ്യുമ്പോൾ 100 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെന്തോ ഒരു ഫസ്റ്റത്തെ ടെസ്റ്റോ അങ്ങനെ എന്താ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 100 രൂപേൻ്റെ ഒരു ബില്ല് തന്നു. ആ 100 രൂപേൻ്റെ ബില്ല് അടിച്ചു. ഇത്രയേ ഉള്ളൂ. ഏകദേശം ഒരു 5 ഫ്ലോറിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. എന്താ ആൾക്കാരാണ് റബ്ബേ! ഇതവിടെ ഫുള്ള് കണ്ണിൻ്റെത് മാത്രമാണ്. എന്നിട്ടും എന്താ ആൾക്കാരെന്നറിയാം, കുറേ ആൾക്കാരുണ്ട്. ഇരിക്കാനൊന്നും കസേര പോലും കിട്ടുന്നില്ല. കുറേ സമയം നിന്ന് നടുവേദനയായി, അത്രയും ആൾക്കാർ. പിന്നെ എവിടെയാണെങ്കിൽ ആകെ റേഞ്ച് ഉള്ളത് എയർടെല്ലിന് മാത്രം. എൻ്റെ എയർടെൽ സിമ്മൊക്കെ നെറ്റും കോളൊക്കെ തീർന്നിട്ട് കുറേ ദിവസമായി. പിന്നെ ജിയോ ഉള്ളത്, ഇൻകമിങ് കോൾ ജിയോയിലേക്ക് വരും. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ജിയോ ഇല്ലാത്തത് കൊണ്ട് ആകെപ്പെട്ട്. ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഒരു കുന്തവുമില്ല, നെറ്റുമില്ല, ഇൻകമിങ് കോളും ഇല്ല, ഔട്ട് ഗോയിങ് കോളും ഇല്ല, ഒന്നുമില്ല. നല്ല രസമുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് എന്താണെന്നുണ്ടോ, ഈ കുറേ ആൾക്കാരെ വരുന്ന ആൾക്കാരെ നോക്കി അവരോട് ഇങ്ങനെ സംസാരിച്ച്. പിന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കുട്ടികൾ. പഠിച്ചോനെ, അതൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണടൊന്നുമല്ല, ഈ കണ്ണൊക്കെ ക്രോസായ, തീരെ കണ്ണ് കാണാത്ത, അല്ലെങ്കിൽ കാഴ്ച തീരെയില്ല ചെറിയ കുട്ടികൾ ഇങ്ങനത്തെ കണ്ണട വെച്ചിട്ട് ബാക്കിലേക്കൊക്കെ സെറ്റാക്കി കെട്ടി വെക്കുന്ന അങ്ങനത്തെ കണ്ണടയൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാരെ കണ്ടിങ്ങനെ മുണ്ടി. കുറേ തമിഴ് പറയുന്ന ആൾക്കാരാണ്. അവിടെ തമിഴ് പറഞ്ഞ് കുറേ മലയാളീസ് ഉണ്ട്. അവരോട് കുറച്ച് ആൾക്കാരോടൊക്കെ മുണ്ടി. ഇനിയിപ്പോൾ ഈ റിസൾട്ട് കിട്ടണം. മിക്കവാറും 1-2 ദിവസം ഇനിയിപ്പോൾ കോയമ്പത്തൂരിലുണ്ടാവും. ഓപ്പറേഷനും മറ്റൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്, കൺഫേം ആയിട്ടില്ല. ഇപ്പോൾ ഈ 1-2 ടെസ്റ്റും കൂടെ കഴിഞ്ഞാലേ എന്താണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇതാണ് അവിനാശി റോഡ്.
ഈ റോഡിലൂടെ നേരെ പോയാൽ ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ ആക്സിഡൻ്റ് ആയ സ്ഥലത്തും. അത് എത്ര കിലോമീറ്റർ ഒന്നും കറക്റ്റ് അറിയില്ല. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം. സമയമുണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് കണ്ടുവരണം. ഇവിടെ ഒറ്റത്തൂൺ പാലം, നമ്മുടെ കാസർഗോഡുള്ള അതേ സെയിം സംഭവം. ഇവിടെ ഒറ്റത്തൂൺ പാലം. ഇവിടെ റോഡ് സൈഡൊക്കെ ഇങ്ങനത്തെ ബോർഡുകളുണ്ട്, പരസ്യം വെച്ച പോലെ ബോർഡുകളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എല്ലായിടത്തും വണ്ടിയും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ബോർഡ്, ഒന്നിൻ്റെ പിറകെ ഒന്ന് അതിൻ്റെ ബോർഡുകളുണ്ട്. എല്ലായിടത്തും വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റോഡ് സൈഡ്. ചിലയിടത്തൊക്കെ ഫുട്പാത്തിൽ തന്നെ വണ്ടിയുണ്ട്. എന്താ ഇവിടെ ഒരു ബോർഡ് ആരോ മറിച്ചിട്ടുണ്ട്. വേണ്ട, ഇതാ പറഞ്ഞത്, ബോർഡുകൾക്ക് ഒരു ലിമിറ്റും ഇല്ല, അത്രയും ബോർഡുകളുണ്ട്. എന്നിട്ടും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റത്തൂൺ പാലം. ഒറ്റത്തൂൺ വെച്ചാൽ വെറും ഒരു തൂണെന്നല്ല. സാധാരണ പാലത്തിനൊക്കെ രണ്ട് തൂണുണ്ടാവില്ല, 2 സൈഡായിട്ട്. പക്ഷേ ഇത് സെൻറ്ററിൽ ഒരു തൂണിലാണ് ഈ പാലം നിൽക്കുന്നില്ല, ഓരോരോ തൂണായിട്ട്. അവിടെ ദൂരമായിട്ട് PSG കോളേജ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഹോസ്പിറ്റലുള്ളത്. ട്രാഫിക് പോലീസിൻ്റെ വകയാന്ന് തോന്നുന്നു, ഇങ്ങനെ മൈക്ക് വെച്ച് പറയുന്നുണ്ട് റോഡ് സൈഡിൽ നിന്ന് പാർക്ക് ചെയ്തെന്നൊക്കെ. ഞാനിപ്പോൾ വീഡിയോ ഓണാക്കാനുള്ള കാരണം, ഇവിടെ നേരത്തെ ഞാൻ ഇങ്ങോട്ട് പാസ്സാകുമ്പോൾ ഒരു വണ്ടി കണ്ടിരുന്നു, നമ്പർ പ്ലേറ്റ്. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫ്ലാഗ് ഇട്ടാൽ ഫൈൻ അടിക്കും. ഇവിടെ ഫുൾ തമിഴാണ്. ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ്. ഇത് ഹോസ്പിറ്റലിൽ ബിൽഡിംഗ് തന്നെ തോന്നി ഇപ്പുറത്തെ പണിയെടുക്കുന്നുള്ളത്. സമയം 2:30 മണി, 2:30 കഴിഞ്ഞു, 2:40 ആവാനായി. ഏകദേശം 8 ടെസ്റ്റുകളോളം കഴിഞ്ഞ് പുറത്തിറങ്ങി. എന്താ സമാധാനം.